നെടുമുടി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് വൈശ്യംഭാഗം തെക്കുംതറ മുതൽ വാഴപ്പറമ്പ് വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 60ഓളം കുടുംബങ്ങളടക്കം നിരവധി ആളുകളുടെ ആശ്രയമായ വഴി നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ബോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. നെടുമുടി പഞ്ചായത്ത് 12-ാം വാർഡിൽ തെക്കുംതറ മുതൽ വാഴപ്പറമ്പ് കിഴക്കേ പൂക്കൈതയാറ് വരെ ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019-ൽ 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാർ ഏറ്റെടുത്തവർ റോഡ് നിർമ്മാണത്തിന് തയ്യാറായില്ലെന്നാണ് ആരോപണം. തുടർന്ന് 1 വർഷം മുമ്പ് നാട്ടുകാർ പഞ്ചായത്ത് ഉപരോധമടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചു. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കാമെന്ന് കോൺട്രാക്ടർ ഉറപ്പ് നൽകിയെന്നും എന്നാൽ നാളിതുവരെയായിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത്രയും പബ്ലിക്കിനെ, അതായത് 12-ാം വാർഡിലെ ജനങ്ങൾ മൊത്തം വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച അളവെല്ലാം കഴിഞ്ഞതാണ്. എന്നിട്ട് അവർ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്, ഇവിടെ ഇങ്ങനെ റോഡില്ല. പിന്നെ നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് അവസാനം ഈ ഇലക്ഷൻ വന്നതോടുകൂടി നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞ് നമ്മൾ ഇങ്ങനൊരു ഉപരോധം ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിങ്ങനൊരു ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി അനന്തരഫലം എന്തായാലും ശരി, ഈ മോട്ടോയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. ഇതിനും ഫലം കണ്ടില്ലെങ്കിൽ പിന്നെ വേറെ രീതിയിലോട്ട് നമ്മൾ സമീപിക്കേണ്ട അവസ്ഥയിലോട്ട് നമ്മളെ അവർ തല നീക്കിക്കൊണ്ടിരിക്കുക. റോഡ് ആരംഭിക്കുന്ന തെക്കുംതറ ഭാഗത്ത് സ്ഥലം വിട്ടു നൽകിയ വ്യക്തി അവിടെ വീട് നിർമ്മിക്കുകയും പകരം കിഴക്ക് ഭാഗത്ത് സ്ഥലം നൽകുകയും ചെയ്തതോടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വന്നതും തിരിച്ചടിയായി. ഇതും പഞ്ചായത്ത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടും റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. കല്ലുകൾ ചിതറിത്തെറിച്ച് കിടക്കുന്ന റോഡിൽ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മുച്ചക്ര വാഹനത്തിൽ യാത്ര ചെയ്യവേ ഭിന്നശേഷിക്കാരനായ പ്രദേശവാസിക്ക് അടുത്തിടെയാണ് അപകടമുണ്ടായത്. ഞാനിച്ചിരി മിൽമയുടെ പാല് മേടിച്ച് വിറ്റാണ് എൻ്റെ ഉപജീവനം കഴിയുന്നത്. വീട്ടിലൊരു 2 കാലും മേലാത്ത സഹോദരി, ഞാൻ സർക്കാർ ഒരു മുച്ചക്ര വണ്ടി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വന്ന് ഈയിടെ എല്ലാ തവണയും എടുക്കാൻ പോകുന്ന സമയം നോക്കി ഞാൻ പാലെടുക്കാൻ പോവുകയും എൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന കൂട്ടത്തിൽ വണ്ടി പെട്ടെന്ന് തന്നെ ഷഡനായിട്ട് ബോൾട്ട് ഒടിഞ്ഞു പോയി. ഞാൻ നേരെ മറിഞ്ഞ് ബെറ്റിലെ തട്ടിയാണ് മറിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് 2-3 വീടിനിപ്പുറമാണ്. അവിടെ മറിഞ്ഞ് വീണിട്ട് എനിക്ക് അന്ന് പാലെടുക്കാൻ പോകാൻ പറ്റില്ല. വണ്ടി അവിടെ കിടന്ന് അവരെൻ്റെ മുട്ട് പൊട്ടി. നേരെ മറിച്ച് 2 വീലർ ആയിരുന്നെങ്കിൽ കൽക്കട്ട കയറി നേരെ നൂട്ടി പോയാൽ ഒരു ഓട്ടോ വിളിച്ചാലും വയ്യാതെ അവിടെ കിടന്നേക്ക് കൊണ്ടുപോകാൻ തന്നെ ആണെങ്കിലും കരഞ്ഞാണ് പറയുന്നത്. ഒരു രീതിയിൽ വഴി കൂടെ പോകാൻ പറ്റത്തില്ല. ഇത്രയ്ക്കുള്ള അവസ്ഥയാണ്. ആരോട് പറയാനാ? പറയുന്നവരെല്ലാം തള്ളുക. നമ്മളെ പറയുമ്പോഴത്തേന് ഈ റോഡ് അവർ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ്. കിഴക്കേ പൂക്കൈതക്കളത്തിൽ പാടശേഖരത്തെ ചുറ്റി കടന്നുപോകുന്ന ഈ റോഡിന്റെ ഒരു ഭാഗവും സഞ്ചാരയോഗ്യമല്ല. മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാകും. ക്യാൻസർ രോഗികളും ഹൃദ്രോഗികളും കിടപ്പ് രോഗികളും പ്രദേശത്തുണ്ട്. ആശുപത്രിയിൽ പോകാൻ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും എത്താത്ത സാഹചര്യമാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഒരു ഓട്ടോ വിളിച്ചാൽ ഓട്ടോക്കാർ വരികയില്ല. എല്ലാവരും വന്നാൽ തന്നെ അബദ്ധത്തിൽ ആരെങ്കിലും വന്നാൽ ഇരട്ടി ചാർജ് അവർ ഞങ്ങളുടെ ഇന്ന് ഈടാക്കുന്നുണ്ട്. അപൂർവം ചിലരേ ഓട്ടോയ്ക്ക് വരുള്ളൂ. വളരെയധികം ശോചനീയമായ ഈ അവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ 2024 ഏപ്രിൽ 26-ാം തീയതി വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ നിൽക്കുള്ളൂ. ഞങ്ങൾക്ക് എന്ന് റോഡ് ശരിയാകുന്നു അതുവരെയും ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി കുട്ടികൾ ഇവിടെയുള്ള ബ്രദേഴ്സ് ബോട്ട് ക്ലബ് എന്ന നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. ഇവരും കനോയിങ്, കയാക്കിംഗ്, ആർമി സെലക്ഷൻ ട്രെയിനിങ് എന്നിവയ്ക്കായി എത്തുന്ന കുട്ടികളും ഈ വഴിയിലൂടെ ദുരിതയാത്ര ചെയ്യേണ്ടി വരുന്നതായും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം വോട്ട് ബഹിഷ്കരണം മാത്രമല്ല, തുടർന്ന് ശക്തമായ സമരപരിപാടികളും ആസൂത്രണം ചെയ്യുകയാണ് പ്രദേശവാസികൾ.